ഒരു എൻട്രി, ഒരു ഏറ്റവും തുടക്കകാലത്ത് വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു സിനിമയാവട്ടെ. വലിയൊരു ലെഗസിയാണ് കുഞ്ഞാറ്റയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. നേരത്തെ പറയാൻ പറ്റുമോ? സോ താങ്ക് യു ചേച്ചി. ആ ചേച്ചി സ്റ്റേജിൽ തന്നെ നിൽക്കുക. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. കാരണം നമ്മൾ ചേച്ചി ആരാധിച്ച് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അല്ലേ, ഉർവശി ചേച്ചി. ഉർവശി ചേച്ചിനെ കൂടെ ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയം ആഗ്രഹിക്കുകയാണ്. ചേച്ചീനെ എല്ലാവിധ ബഹുമാനത്തോടും കൂടെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് സൂപ്പർ സ്റ്റാറുകളും, മലയാളത്തിന്റെ രണ്ട് സൂപ്പർ സ്റ്റാറുകളും ഒരുമിച്ച് നിൽക്കാനായിട്ട് കൂടി ഈ ഒരു വേദിയിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ റിക്വസ്റ്റ് ചെയ്തു. എന്താ നീ പെണ്ണ് പറഞ്ഞു, അതിൽ ഒരെണ്ണം കട്ട് ചെയ്താൽ മതി കേട്ടോ. പെണ്ണല്ലേ നീ, ഒരെണ്ണം എനിക്ക് താല്പര്യം വേണ്ട. എനിക്ക് ആ ഒരു മഹാഭാരം ചുമക്കാൻ നമുക്ക് വയ്ക്കും. സൂപ്പർ സ്റ്റാർ ആണ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാരമാണ്. നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊരു ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകുന്നതല്ല തരുന്നത്. അതൊന്നല്ല. ഇപ്പൊ എന്നെ വിളിച്ചത് ഒരുമിച്ച രണ്ടുപേരും കൂടെ ഒരുമിച്ച്. ഓക്കെ ഓക്കെ. ഞാനും മനുഷ്യ അവനിക്കാൻ ഇതുപോലെ തന്നെ കുറേ നാളായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ട് അത് നടക്കാതെ ഇങ്ങനെ അല്ലേ. ശങ്കർ, നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ ഡയറക്ടർ ശങ്കറാണ് ആദ്യം ഒരു സിനിമ പ്ലാൻ ചെയ്ത് പറഞ്ഞത്. ഭയങ്കര ഒക്കെ ആയിട്ട് ഭയങ്കര സന്തോഷമായിട്ടിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു സിനിമ, ആ സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ കണ്ണൂരൊരു വീട്ടിലായിരുന്നു കേട്ടോ. അതിന് ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ എന്നെ 3-4 പ്രാവശ്യം വരുമ്പോഴൊക്കെ ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട് അയാൾ. കുറച്ച് ആൽബം ഒക്കെ ഉണ്ട്. അപ്പം അവിടുത്തെ ആ വീട്ടിൽ ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഋഷി ഇതിൻ്റെ മകളുണ്ടല്ലോ നല്ല ആർട്ടിസ്റ്റാണ്, നല്ലോണം നിൽക്കുമ്പോൾ ഡാൻസ് ചെയ്യൂട്ടോ, ഒന്ന് കണ്ടു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ കണ്ണൊക്കെ നല്ലോണം വരച്ച് മഞ്ജു കൊച്ചിലെ. ഓ അത് ഞാനിപ്പോൾ ആദ്യമല്ല പറയുന്നത്. മഞ്ജുനെ ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ കണ്ണൊക്കെ നീട്ടി വരച്ച് ഇങ്ങനെ വെച്ച് എല്ലാം വെച്ച് കുറേ ഫോട്ടോസ്. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞ സിനിമയിൽ ഇതിന് വരച്ചിട്ടുണ്ടു ഇല്ല, നല്ല ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ആ ഷൂട്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ നല്ലോണം എല്ലാത്തിനും നല്ല കഴിവൊക്കെ ആ കുട്ടിക്ക് കേട്ടോ. അപ്പോൾ ഉർവശി ഒന്ന് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ അദ്ദേഹത്തെ കൂടെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് IV ശശിയുടെ അടുത്തൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.